പങ്കാളിത്ത പെൻഷനിൽ ഉൾപ്പെട്ട് വിരമിച്ച ജീവനക്കാരെ, പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ തുടരുന്ന പ്രിയപ്പെട്ട ജീവനക്കാരെ, സുഹൃത്തുക്കളെ, കേരളത്തില് പുതിയൊരു സമരമുഖത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിരമിച്ച പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ ഈ ഓണക്കാലത്ത് അവരുടെ ഗതികേടിന്റെ അങ്ങേയറ്റം തുറന്നു കാട്ടുന്നതിനായി, കേരളത്തിലെമ്പാടുമുള്ള ജീവനക്കാരോട് സംവദിക്കുന്നതിനായി ഇന്ന് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരളയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടുകയുണ്ടായി. നമ്മൾ ഇന്ന് വിരമിച്ച ഓരോ ജീവനക്കാരന്റെയും അനുഭവ സാക്ഷ്യങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ ശ്രവിക്കുകയുണ്ടായി. ഇന്ന് വിരമിച്ച ജീവനക്കാർ നമ്മളോട് പങ്കുവെച്ചതൊക്കെയും ഇന്നു ഞാൻ നാളെ നീ എന്ന് തന്നെയാണ്. നമുക്കറിയാം, വിരമിച്ച ഓരോ ജീവനക്കാരനോടുമൊപ്പം കേരളത്തിലെ എല്ലാ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരനും നിലകൊണ്ടേ മതിയാവൂ. അവരുടെ ദുരിതങ്ങളിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കുകയും നമ്മൾ എല്ലാവർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നേടിയെടുക്കുന്നതുവരെ സമരമുഖത്ത് സജീവമായി നിലകൊള്ളുകയും നമ്മുടെ തുടർ സമരങ്ങളിൽ, ശക്തമായ പ്രതിഷേധ സമരങ്ങളിൽ സാന്നിധ്യം അറിയിച്ച് എല്ലാ ജീവനക്കാരും മുന്നിട്ടിറങ്ങണമെന്ന് വിനീതമായി ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെമ്പാടും NPS നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ NPS ഇന്ത്യയിലൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള മറ്റ് NPS പോലെയല്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 14% വിഹിതവും DCRG പോലുള്ള ആനുകൂല്യങ്ങളും വിരമിച്ച ജീവനക്കാർക്കും NPS ജീവനക്കാർക്കുമൊക്കെ നൽകുമ്പോൾ കേരളത്തിൽ എക്കാലത്തും 2013 ഇത് തുടങ്ങിയ കാലം മുതൽ DCRG നൽകുന്നില്ല. അതോടൊപ്പം വിഹിതം 1% പോലും വർദ്ധിപ്പിക്കുന്നില്ല. 10% വിഹിതത്തിൽ തന്നെ തുടരുകയാണ്. ഇതൊക്കെ നമ്മുടെ നേതാക്കന്മാരോട്, സർവീസ് സംഘടനാ നേതാക്കന്മാരോട് പറഞ്ഞാലോ അവര് പറയും, നിങ്ങൾക്ക് 14% വിഹിതം മതിയോ, നിങ്ങൾക്ക് DCRG മതിയോ? അപ്പൊ നമ്മൾ പറയും, അയ്യോ അത് വേണ്ട സാറേ, ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സംഘടനാ നേതാക്കന്മാർ പറയും, നിങ്ങൾക്ക് ഉടനെ ഞങ്ങൾ ശരിയാക്കി തരാം, നമ്മുടെ PFRDA നിയമം ഒന്ന് പിൻവലിച്ചോട്ടെ, അപ്പൊ നമുക്ക് നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തരാം. DCRG നിങ്ങൾക്ക് എന്തിനാ? സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമല്ലോ. 14% വിഹിതം നിങ്ങൾക്ക് എന്തിനാ? അത് കുത്തക കമ്പനികൾ കൊണ്ടുപോകുന്നതല്ലേ? അല്ലെങ്കിൽ UPS പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ജീവനക്കാർ 20 വർഷമായി സഹിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് കുറച്ചെങ്കിലും ആശ്വാസമേകുവാൻ ഈ 18.5% വിഹിതം നൽകുന്നതിനോടുകൂടി 2025 ഏപ്രിൽ 1 മുതൽ UPS നടപ്പിലാക്കുന്നതിന് ഒത്തിരിയേറെ എതിർപ്പുകൾ നമ്മുടെ ജീവനക്കാർ എല്ലാവർക്കും തന്നെയുണ്ട്. നമുക്കുമുണ്ട് എതിർപ്പുകൾ. കാരണം നമുക്കൊക്കെ വേണ്ടത് ഏതെങ്കിലും മോഡിഫൈഡ് NPS പദ്ധതി അല്ല, നമുക്ക് വേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തന്നെയാണ്. എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ആശ്വാസങ്ങൾ മറ്റ് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഒക്കെ അവരുടെ ജീവനക്കാർക്ക് നൽകിക്കൊണ്ടാണിരിക്കുക, അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ കുറെയൊക്കെ ആശ്വാസം നൽകിക്കൊണ്ടാണിരിക്കുക. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത മട്ട് നടിക്കുകയോ ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ NPSലുള്ള 2 ലക്ഷത്തോളം ജീവനക്കാർ തന്നെയാണ് ഇതിന് പരിപൂർണമായും 100% ഉത്തരവാദികൾ. ഈ കാര്യം ഞാൻ ഒത്തിരിയേറെ മീറ്റിങ്ങുകളിലും ഈ ഏതൊക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ടോ അതിലൊക്കെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കേരളത്തിലെ NPS ജീവനക്കാർ ഉണരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജീവനക്കാർ ഈ ഭരണാധികാരികളുടെ ക്രൂരതയ്ക്കെതിരെ, ഈ ഒരു അസമത്വത്തിനെതിരെ ശബ്ദിക്കുന്ന നാളുകൾ വന്നേ മതിയാവൂ. നമുക്കറിയാം, ഒരു ഭരണാധികാരി കുറേയേറെ ക്രൂരകൃത്യങ്ങളോ ജനതയ്ക്ക് ദ്രോഹപരമായ നടപടികളോ ചെയ്യാം, പക്ഷെ അതിനുമൊക്കെ ദ്രോഹമാണ് ഇതൊക്കെ സഹിച്ച് മിണ്ടാതിരിക്കുന്ന ഒരു തലമുറ, അടുത്തൊരു തലമുറയ്ക്ക് നമ്മുടെ ഇന്നത്തെ സർക്കാർ ജീവനക്കാർ എല്ലാവരോടും ചെയ്യുന്നത്. അതുപോലെ പ്രിയപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ജീവനക്കാരോടും അവരുടെ സംഘടനകളോടും എനിക്കൊന്ന് പറയാനുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ജീവനക്കാരുടെ ഇന്നത്തെ ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ NPS ഉള്ള ജീവനക്കാർ പിരിവ് നൽകുന്നുണ്ട്. NPSലുള്ള ജീവനക്കാരെ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലെങ്കിലും ഉൾപ്പെടുത്തി മാതൃക കാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാ കമ്മിറ്റികളിലും
സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ മാത്രമുള്ള ജീവനക്കാരല്ലേ നിങ്ങളുടെ സംഘടനകളിൽ അംഗമാവുക? നിങ്ങളുടെ നേതൃത്വ പദവിയിൽ എന്തുകൊണ്ട് പുതിയ തലമുറ ജീവനക്കാരെ ഉൾക്കൊള്ളിക്കുന്നില്ല? ഉൾക്കൊള്ളിച്ചാൽ അവർ NPS-നെതിരെയുള്ള സമരത്തേക്ക് ഇറങ്ങാൻ ആ സംഘടനകളെ നിർബന്ധിക്കും. അത് തടയാൻ വേണ്ടി മനഃപൂർവ്വമായി NPS ജീവനക്കാരെ പിരിവിന് മാത്രമുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അവസാനം തന്നെയാണ് നിങ്ങൾ കുറിക്കുന്നത്. ഈ ഓരോ സർവീസ് സംഘടനകളും മുന്നോട്ട് 50 വർഷമോ 60 വർഷമോ ഒക്കെ ആയിക്കോട്ടെ, എത്ര നാൾ നിങ്ങൾ PFRDയെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കും? എത്ര നാൾ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും? നിങ്ങളൊന്ന് തിരിച്ചറിയുക. ഇവിടെ NPS പിൻവലിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും നില ശാശ്വതമല്ല. നിങ്ങളുടെ ഒക്കെ നിലയാണ് കൂടുതൽ പരിതാപകരമാവുക. അതുകൊണ്ട് കേരളത്തിലെ ജീവനക്കാർ ഒന്നടങ്കം ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരരംഗത്തേക്ക് ഇറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നിൽ നിഷിദ്ധമായ കടമയിലേക്ക് കടക്കുന്നു. പ്രിയ ജീവനക്കാരെ, നമ്മൾ ഇന്ന് നല്ല രീതിയിലൊരു സമരം ഇവിടെ ചെറിയ തോതിലാണ് ആസൂത്രണം ചെയ്തത്. എങ്കിൽ പോലും വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നല്ല രീതിയിലൊരു സമരം ചെയ്തു. അതിന്റെ ഏറ്റവും ആദ്യം തന്നെ നന്ദി പറയേണ്ട ഒരു വ്യക്തി പ്രോട്ടോകോളൊക്കെ മാറി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരം ജില്ലയുടെ അമരക്കാരനായ പ്രിയപ്പെട്ട മോഹൻ സാറിനാണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റായി ഉള്ള മോഹൻ സാറും അതോടൊപ്പം മോഹൻ സാറിനോടൊപ്പം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ സജീവരായ പ്രവർത്തകർക്കും സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ പേരിൽ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചതിനുള്ള എല്ലാ ക്രെഡിറ്റും നൽകിക്കൊണ്ട് നന്ദി പറയുന്നു. അതോടൊപ്പം ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ഇവിടെ ഇന്ന് വിരമിച്ച ജീവനക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. വിരമിച്ച ജീവനക്കാർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. ഓരോ ജില്ലയിൽ നിന്നും വിരമിച്ച